മുഖ്യമന്ത്രി ജനപക്ഷത്തുള്ള മുഖ്യമന്ത്രിയാണോ? ഇത് എത്രയോ ദ്രോഹകരമായ നിലപാടാണ്. ഇതിനേക്കാൾ വലിയൊരു തമാശ എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ബ്രൂവറിക്ക് അനുവാദം നൽകിയത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കുറെ മാസങ്ങൾ ഈ ഫയല് മേശപ്പുറത്ത് ഉറങ്ങിയ ഫയലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഉപതെരഞ്ഞെടുപ്പിന് ആവശ്യമായ കാര്യങ്ങൾ നീക്കിയപ്പോൾ വളരെ ശരവേഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ തീരുമാനമുണ്ടായത്. ആ ഫയൽ തീരുമാനമുണ്ടായി ഒയാസിസ് കമ്പനിക്ക് ഈ ബ്രൂവറി നടത്താനുള്ള ആദ്യത്തെ ഒരു അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായത്. അപ്പൊ തീർച്ചയായും നമുക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ ആ പണം മുഴുവൻ ഒഴുകിയത് എവിടുന്ന്? കോടിക്കണക്കിന് രൂപ ഉപതെരഞ്ഞെടുപ്പിൽ ഒഴുകിയെന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ പണമെല്ലാം നൽകിയത് ഒരു സംശയം വേണ്ട, ഇവിടെ ജനങ്ങൾ ആരോപിക്കുന്നത് പോലെ ഒയാസിസ് കമ്പനിയാണ് എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചാനലിൽ ഞാനൊരു കാര്യം കേൾക്കുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക്, ഈ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രിക്ക് പേര് കൂടി ലഭിച്ചു, ഒയാസിസ് മന്ത്രിയുടെ പേര് ലഭിച്ചു. അതും ശരിയല്ലേ എന്നും സംശയിക്കൊണ്ടിരിക്കുന്നു. ഒയാസിസ് എന്ന മദ്യ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി, ആ പണം കോടിക്കണക്കിന് രൂപ പണം ഇവിടെ ഒരുക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷെ വിജയിച്ചില്ല. അങ്ങനെയുള്ള ഒരു വലിയ പണത്തിന്റെ ഒഴുക്കുണ്ടാക്കിയ ഒരു മദ്യ കമ്പനിയുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. എത്രയോ ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഈ മന്ത്രിക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു കാര്യം ഇവിടെ നടപ്പാക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല. കാരണം ഇവിടെ ജോയിമാർ സൂചിപ്പിച്ച പോലെ ഇവിടെ ഉണ്ടായിട്ട് പാച്ചമടയിലെ സമരം നമുക്കറിയാം. ജലചൂഷണം അല്ലാതെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കുക സ്വാഭാവികമാണ്. ഈ പാച്ചമടയിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി ആ പദ്ധതി ഇവിടെ നിന്ന് പോവുകയുണ്ടായി. അതുപോലെ തന്നെ എത്രത്തോളം ശ്രമിച്ചാലും ഇവിടെ ഈ കമ്പനി തുടങ്ങാൻ ഈ നാട്ടിൽ ജനങ്ങൾ അനുവദിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ കാര്യത്തിൽ അവസാന നിമിഷം വരെ ഈ വിഷയത്തിൽ ഗവൺമെന്റ് പിറകോട്ട് പോകുന്നത് വരെ, അല്ലെങ്കിൽ സർക്കാരിനെ പിറകോട്ട് കൊണ്ടുപോകുന്നത് വരെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനിയായിട്ടുള്ള എലപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ സാക്ഷ്യത്തിൽ പറയാനുള്ളത്, എലപ്പള്ളി പഞ്ചായത്തിന്റെ ഈ ജനങ്ങളുടെ വികാരം അറിയാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന പിണറായി വിജയനേക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്നത് ഈ പഞ്ചായത്ത് നയിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. പഞ്ചായത്തിന്റെ വികാരങ്ങൾ, പഞ്ചായത്തിന്റെ ജലത്തിന്റെ പ്രശ്നങ്ങൾ, പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവിടുത്തെ കൃഷി, ഇവിടുത്തെ കുടിവെള്ളം, ഇതിനെക്കുറിച്ചൊക്കെ പിണറായി വിജയനേക്കാൾ ആധികാരികമായി പറയാൻ കഴിയുന്നത് പഞ്ചായത്തിനാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ, ഇവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാതെ, അഴിമതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അഴിമതി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അതിനെല്ലാവരും എതിരാകുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമരത്തിന്റെ മുന്നിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ കേരള കോൺഗ്രസ് പാർട്ടിയും ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സമരം വളരെ വേഗത്തിൽ സംഘടിപ്പിച്ച ഈ പാലക്കാട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് പാർട്ടിയെ നയിക്കുന്ന പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ഗോപി മാഷയെയും മറ്റ് സഹപ്രവർത്തകരെയും മുക്തഖണ്ഡമായി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഈ കാര്യവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി നടത്തുന്ന സൂചനാ സമരമാണ്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി സമരമായി മുന്നോട്ട് പോകാൻ വരും. അതിലും നിങ്ങൾ എപ്പോഴും ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അനുഗ്രഹത്തോടു കൂടി ഈ പ്രതിഷേധ ധർണ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.